ഫാൽക്കെ പുരസ്കാര നേട്ടത്തിന് പിന്നാലെ കൊച്ചിയിലെത്തി സന്തോഷം പങ്കുവെച്ച മലയാളത്തിന് പ്രിയ നടൻ മോഹൻലാൽ തനിക്ക് ലഭിച്ച ബഹുമതി മലയാള സിനിമയ്ക്ക് സമർപ്പിക്കുന്നുവെന്നും 48 വർഷം തന്നോടൊപ്പം സഹകരിച്ച എല്ലാവരെയും ഈ നിമിഷം ഓർക്കുകയാണെന്നും മോഹൻലാൽ പറഞ്ഞു. എളമക്കരയിലെ വീട്ടിലെത്തി അമ്മയെ കണ്ട ശേഷം സുഹൃത്തുക്കൾക്കൊപ്പം കേക്ക് മുറിച്ചാണ് മോഹൻലാൽ സന്തോഷം പങ്കിട്ടത്. പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ ചെന്നൈയിലായിരുന്ന മോഹൻലാൽ ഇന്ന് രാവിലെയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയത്. എളമക്കരയിലുള്ള വീട്ടിലെത്തി അമ്മയുടെ അനുഗ്രഹം വാങ്ങി. പിന്നീട് വാർത്താ സമ്മേളനം. താൻ സ്വപ്നത്തിൽ പോലും കാണാത്ത പുരസ്കാരമാണെന്നും മലയാള സിനിമയ്ക്ക് പരിമിതികളില്ലെന്നും മോഹൻലാൽ പറഞ്ഞു. ഒരു ഏറ്റവും വലിയൊരു അവാർഡായിട്ട് ഞാൻ ഇതിനെ കാണുന്നു. എന്നെ ഞാനാക്കി മാറ്റിയ മലയാള സിനിമ, അതിൽ പ്രവർത്തിച്ചിരുന്നവർ, എന്നോടൊപ്പം പ്രവർത്തിക്കുന്നവർ, ഇനി പ്രവർത്തിക്കാൻ പോകുന്നവർ, അവർക്കൊക്കെ ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പ്രേക്ഷകരോടും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാ ആൾക്കാരോടും ഞാൻ ഷെയർ ചെയ്യുന്നു. എൻ്റെ ഈ അവാർഡ് ഞാൻ മലയാള സിനിമയ്ക്ക് ഡെഡിക്കേറ്റ് ചെയ്യാണ്. വിമർശനങ്ങളെ താൻ തോളിലേറ്റ് വെക്കാറില്ല, കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാറില്ല. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പുരസ്കാര വിവരം അറിയിച്ചപ്പോൾ വിശ്വാസമായില്ലെന്നും മോഹൻലാൽ പറഞ്ഞു. ഞാൻ ഇതെല്ലാം എൻ്റെ തോളത്ത് ഏറ്റ് നടക്കുന്ന ഒരാളല്ല. അത് ആ സമയം കഴിഞ്ഞു. എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയമില്ലേ ദാസ എന്ന് പറയുന്നത്. ഇപ്പൊ അതൊക്കെ മറക്കൂ. ഇപ്പൊ ഈ പ്രസന്റിൽ ഏറ്റവും നല്ല സന്തോഷത്തിന്റെ സമയമാണല്ലോ. മാധ്യമപ്രവർത്തകർക്കൊപ്പം കേക്ക് മുറിച്ച് ആഹ്ലാദം പങ്കിട്ടു. സന്തത സഹചാരിയും നിർമ്മാതാവുമായ ആന്റണി പെരുമ്പാവൂർ, നിർമ്മാതാവ് രഞ്ജിത്ത്, സംവിധായകൻ തരുൺ മൂർത്തി തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ എത്തിയിരുന്നു. ഈ മാസം 23-ന് ഡൽഹിയിൽ നടക്കുന്ന ചടങ്ങിൽ മോഹൻലാൽ പുരസ്കാരം ഏറ്റുവാങ്ങും. മീഡിയ 1, കൊച്ചി.